blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറട്ടെ. ഈ സമയത്ത് തന്നെ ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത നിങ്ങൾ ഏതെങ്കിലും ഒരു സുഹൃത്തിനെയോ അല്ലെങ്കിൽ ബന്ധുവിനെയോ പരിചയക്കാരെയോ ഫോൺ ചെയ്ത് പറയുക, ഇപ്പോൾ തന്നെ ടി വി ഓണാക്കാൻ, ഈ ബ്ലെസ്സിങ് ടുഡേ വാച്ച് ചെയ്യുവാൻ അവരോട് ആവശ്യപ്പെടുക. കർത്താവ് അവരെയും ഇന്ന് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ ഇതിൻ്റെ സാമ്പത്തിക സഹകാരിയായി പ്രവർത്തിച്ച വ്യക്തിക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, കൊട്ടാരക്കരയിൽ നിന്നുള്ള വെൽവിഷർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരന് എല്ലാ രോഗങ്ങളിൽ നിന്നും പൂർണ്ണമായ സൗഖ്യം കർത്താവെ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നല്ല ഒരു തൊഴിൽ കർത്താവ് കൊടുത്ത്, ജോലി കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണമേ. വരുമാന മാർഗങ്ങളെ അങ്ങ് തുറക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവ് അനുഗ്രഹിച്ചതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാംഗ്ലൂർ ഏപ്രിൽ 22 വെള്ളി. സമയം വൈകിട്ട് 5:30 മുതൽ 8:30 വരെ. ഡോൺ ബോസ്കോ ഹാൾ, ജ്യോതി സർക്കിളിന് സമീപം, ഹമ്പൻകട്ട, മംഗലാപുരം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോഴിക്കോട് ഏപ്രിൽ 23 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. നളന്ദ ഓഡിറ്റോറിയം, അരവിന്ദ് ഘോഷ് റോഡ്, കോഴിക്കോട്. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഭൂതബാധിതനായ ഒരു മനുഷ്യനെ യേശു കർത്താവ് സുഖപ്പെടുത്തുന്ന ഒരു കഥ നമ്മൾ വായിക്കുന്നുണ്ട്. ഗദര എന്ന് പറയുന്ന ദേശത്തുള്ള ഭൂതബാധിതനായിട്ടുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കിയാണ്. അവൻ്റെ പാർപ്പ് കല്ലറകൾക്കകത്തായിരുന്നു. വളരെ മാനസികമായ പ്രശ്നങ്ങളിലൂടെ അവൻ കടന്നുപോയിരുന്നു. പക്ഷേ യേശു കർത്താവ് അവനെ തൊട്ട് സുഖപ്പെടുത്തി. പക്ഷേ യേശു ഗദര എന്ന് പറയുന്ന ആ ദേശത്ത് വലിയ സൗഖ്യങ്ങൾ നടത്തി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആളുകൾ പലരും യേശുവിനോട് എന്തായി, വെറുപ്പായി തീർന്നു. അവർ യേശുവിനെ അവിടെ വിമർശിക്കാൻ ആരംഭിച്ചു. അത് കണ്ടപ്പോൾ യേശു കർത്താവ് ഗദര എന്ന് പറയുന്ന ദേശത്ത് നിന്ന് അടുത്തൊരു സ്ഥലത്തേക്ക് യാത്രയായി. അതാണ് അതിൻ്റെ 40-ാമത്തെ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ, യേശു തിരിച്ചെത്തിയപ്പോൾ ഒരു ജനസമൂഹം അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. അവരെല്ലാവരും അദ്ദേഹത്തെ കാത്തിരിക്കുകയായിരുന്നു. എവിടെയുള്ള ജനസമൂഹമായിരിക്കും ഇത്? ഗലീലയിലുള്ള ജനസമൂഹമായിരുന്നു. ഗദര ദേശത്തുള്ള ജനസമൂഹം യേശുവിനെ തള്ളിക്കളഞ്ഞപ്പോൾ ഗലീലയിലുള്ള ഒരു കൂട്ടം ജനസമൂഹം യേശു കർത്താവിനെ ഇപ്പോൾ അങ്ങോട്ട് സ്വീകരിക്കുകയാണ്. നമ്മളവിടെ കാണുന്നു, അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. ഹല്ലേലൂയ. എന്നും മാത്രമല്ല, അവിടെ എഴുതിയിരിക്കുന്നു, അവർ അദ്ദേഹത്തെ കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ എത്ര പേർ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്? നിങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്? ഇവിടെ നാം വായിക്കുന്നത് ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും മാത്രമല്ല, ഒരു ദേശത്തേക്ക് തന്നെ യേശുവിന് സ്വാഗതം അരുളിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയാം, യേശുവിനെ എവിടെയെങ്കിലും തള്ളപ്പെട്ടിട്ടുണ്ടോ, ആ തള്ളപ്പെട്ടിടത്ത് തന്നെ യേശു കർത്താവ് നിരാശപ്പെട്ട് കിടന്നിട്ടില്ല. തള്ളപ്പെട്ടിടത്ത് നിന്ന് അവൻ എഴുന്നേറ്റ് അടുത്ത സ്ഥലത്തേക്ക് അവൻ യാത്ര ചെയ്ത് അവിടെ തൻ്റെ പ്രവൃത്തികളെ താൻ തികക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ജീവിതത്തിൽ ഇതുപോലെ തള്ളപ്പെട്ടിരിക്കുന്ന ചില വ്യക്തികളൊക്കെ ഇവിടെ കാണാം. വിദ്യാഭ്യാസത്തിൽ തള്ളപ്പെട്ടു പോയി, ജോലിയിൽ തള്ളപ്പെട്ടു പോയി, കുടുംബജീവിതത്തിൽ വിചാരിച്ച പോലെ മുന്നോട്ട് പോയില്ല, തള്ളപ്പെട്ടു പോയി. കുടുംബജീവിതത്തിൽ ഭാര്യ തന്നെ വിട്ടുപോയി, ഭർത്താവ് തന്നെ വിട്ടുപോയി. യേശു ചെയ്തു നോക്കൂ, അവൻ നിരാശപ്പെട്ടിരുന്നില്ല,
മറിച്ച് ആ തള്ളപ്പെട്ടിടത്ത് നിന്ന് അവൻ എഴുന്നേറ്റ് അടുത്ത സ്ഥലം എവിടെയുണ്ട് സ്വീകാര്യത, അവിടേക്ക് അവൻ യാത്ര ചെയ്യുകയാണ് ചെയ്തത്. വിദ്യാഭ്യാസം ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയ ആരെങ്കിലും ഇവിടെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ജോലി നഷ്ടപ്പെട്ടു പോയ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, തള്ളപ്പെട്ടിടത്ത് നിർത്തിക്കളയുകയല്ല വേണ്ടത്, മറിച്ച് യേശു നൽകുന്ന പുതിയ വഴികൾ ഏതാണ് എന്ന് അന്വേഷിച്ച് ഇറങ്ങുകയാണ് വേണ്ടത്. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും? നോക്കൂ, ചില സമയങ്ങളിൽ യേശു കർത്താവിൻ്റെ പ്രവൃത്തി എന്നുള്ളത് നാം തള്ളപ്പെട്ടിടത്ത് തന്നെ ദൈവം നമ്മെ മാനിച്ചുയർത്തി എന്നിരിക്കും. നമുക്ക് ബൈബിളിൽ അങ്ങനെ കാണാം. ചില സ്ഥലങ്ങളിൽ തള്ളപ്പെട്ട സ്ഥലങ്ങളിൽ തന്നെ ദൈവം മാനിച്ചുയർത്തും. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഓഫീസിൽ തള്ളപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ജോലിയുടെ കാര്യത്തിൽ തള്ളപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മറ്റേതെങ്കിലും വിഷയത്തിൽ മാനസികമായ വേദന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആ ആളുകളുടെ ഇടയിൽ തന്നെ ദൈവം നിങ്ങളെ മാനിച്ചുയർത്തി എന്നിരിക്കും. എന്നാൽ ചില സമയങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വ്യത്യസ്തമാണ്. അവൻ നമ്മെ ആ സ്ഥലത്തായിരിക്കില്ല, മറ്റൊരു സ്ഥലത്തായിരിക്കും നമ്മെ ഉയർത്തുന്നതും നമ്മെ വളർത്തുന്നതും. ഹല്ലേലൂയ. അതുകൊണ്ട് അവിടെ തന്നെ ഉയർച്ച വേണമെന്ന് നമ്മളിൽ ആരും ശഠിക്കരുത്. ദൈവം ചില സമയങ്ങളിൽ നമ്മെ ഉയർത്തുന്നത് മറ്റൊരു സ്ഥലത്തായിരിക്കും. അത് പക്ഷേ ആർക്കും ചിന്തിക്കാനോ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാനോ സ്വപ്നം കാണാനോ സാധിക്കാത്ത വിധത്തിൽ ഉയർച്ചയിലേക്കായിരിക്കാം അവൻ നമ്മെ കൊണ്ടുപോകുന്നത്. എത്ര പേര് വിശ്വാസത്തോടെ ഒരു ഹല്ലേലൂയ പറയും? ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, മറ്റൊരു സ്ഥലത്ത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു ഉയർച്ച വെച്ചിട്ടുണ്ട്. നിന്റെ അമ്മ എന്തു പറഞ്ഞു, അപ്പൻ എന്തു പറഞ്ഞു, നാട്ടുകാരെന്തു പറഞ്ഞു, അമ്മാച്ചൻ എന്തു പറഞ്ഞു, അമ്മാവൻ എന്തു പറഞ്ഞു, നോക്കണ്ട. കർത്താവ് നിന്നെ ഉയർത്തി മാനിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ കർത്താവ് നിങ്ങളെ ഉയർത്തിയിരിക്കും, മാനിച്ചിരിക്കും. ഇന്ന് നിങ്ങളെ തള്ളിപ്പറയുന്നവരുടെ മുഖത്ത് നോക്കി നിന്നുകൊണ്ട് നാളെ അഭിമാനത്തോടെ ഹലോ പറയാൻ, ഹല്ലേലൂയ, കർത്താവ് നിങ്ങൾക്ക് ഭാഗ്യം തന്നിരിക്കും. ഹല്ലേലൂയ. യേശു കർത്താവ് അവിടെ നിന്നില്ല, നിരാശപ്പെട്ട് നിന്നില്ല. അടുത്ത ഒരു സ്ഥലത്തേക്ക് യേശു കർത്താവ് പോയി. അവിടെ നമ്മൾ കാണുന്ന ആ ജനത്തെ നോക്കിക്കേ. ആ ജനങ്ങൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, യേശുവിനെ ഏതെങ്കിലും ഒരു ദേശമോ വ്യക്തിയോ സ്വാഗതം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നടക്കുന്ന അത്ഭുതത്തിന് കയ്യും കണക്കും ഉണ്ടാവില്ല. അതാ നമ്മൾ ഇതിന്റെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എന്തൊക്കെയാണ് അവിടെ സംഭവിച്ച വിടുതലുകൾ എന്ന് പറയുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു വാർത്ത കൂടിയുണ്ട്. ജീവിതത്തിൽ എത്ര വലിയ പ്രയാസത്തിലൂടെ പോകുമ്പോഴും എത്ര വലിയ വേദനയിലൂടെ പോകുമ്പോഴും യേശുവിനെ എല്ലായ്പ്പോഴും സ്വീകരിക്കുന്നതിലും യേശുവിനോട് പ്രാർത്ഥിക്കുന്നതിലും ഒരു മുടക്കവും വരുത്തരുത്. ഹല്ലേലൂയ. യേശുവിനോട് പ്രാർത്ഥിക്കുന്ന, യേശുവിനെ ആരാധിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒരു നന്മയ്ക്കും മുടക്കമില്ലാതെ അവൻ നമ്മളെ കൊണ്ടുപോയിരിക്കും. ഇവിടെ രണ്ട് വ്യക്തികളുടെ അനുഭവങ്ങളാണ് ഇനി അങ്ങോട്ടുള്ള ഈ 40-ാമത്തെ വചനം മുതൽ അതിൻ്റെ 56 വരെയുള്ള വചനങ്ങളിൽ രണ്ട് വ്യക്തികളുടെ അനുഭവങ്ങൾ കാണാം. ഒന്ന്, ഒരു യായിറോസ് എന്ന് പറയുന്ന ഒരു പള്ളിപ്രമാണിയായിരിക്കുന്ന ഒരു വ്യക്തിയുടെ മകൾക്കുണ്ടാകുന്ന അനുഭവം. മറ്റൊന്ന്, 18 വർഷമായി രക്തസ്രവമുള്ള ബ്ലീഡിംഗ് ഇഷ്യൂ ഉള്ള ഒരു സ്ത്രീക്കുണ്ടാകുന്ന സൗഖ്യം. ഇതാണ് പിന്നീട് തുടങ്ങിയാണ് അങ്ങ് സൗഖ്യത്തിൻ്റെ പരമ്പര. യേശുവിനെ സ്വാഗതം ചെയ്ത് കഴിഞ്ഞപ്പോൾ. ഹല്ലേലൂയ. ആ വചനമാണ് ആ ഭാഗത്ത് നാം വായിക്കാൻ പോകുന്നത്. അതിൻ്റെ 41-ാമത്തെ വചനം നമുക്ക് ചേർന്ന് വായിക്കാം. അപ്പോൾ പള്ളിപ്രമാണിയായ യായിറോസ് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണ് തൻ്റെ വീട്ടിലേക്ക് വരുവാൻ അദ്ദേഹത്തോട് കേണ് അപേക്ഷിച്ചു. കേണപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? കരഞ്ഞ് അപേക്ഷിച്ചു. കരഞ്ഞ് അപേക്ഷിച്ചു. ആരാണ് ഈ വ്യക്തിയുടെ പേരെന്താണ്? യായിറോസ്. ഭയങ്കര നമുക്കൊരു പേടി തോന്നുന്ന ഒരു പേരൊക്കെയാ അല്ലേ, യായിറോസ്. അവിടെ എഴുതിയിരിക്കുന്നു പള്ളിപ്രമാണിയായ യായിറോസ്. യായിറോസ് അപ്പോൾ ആരായിരുന്നു? ഒരു പള്ളിയുടെ പ്രമാണിയായിരുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ യഹൂദ മതത്തിൽ വിശ്വസിക്കുന്ന, യഹൂദന്മാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ പള്ളിപ്രമാണിയായിരുന്നു ആര്?
യായിറോസ് എന്നുള്ളത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പള്ളിയുടെ ഒത്തിരി ഭാരിച്ച ചുമതലകളെല്ലാം വഹിക്കുന്ന പള്ളി കമ്മിറ്റിയിലെ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് പള്ളിയിൽ ഒത്തിരി പണം കൊടുത്ത് പള്ളിയെ പുതുക്കി പണിയിപ്പിക്കുകയും പള്ളിയുടെ പണിയുടെ കാര്യങ്ങൾക്കെല്ലാം മേൽനോട്ടം വഹിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റർ കൂടിയായിരുന്നു ഈ പള്ളിപ്രമാണിയായ യായിറോസ് എന്നുള്ളത്. യേശു ഒരിക്കലും പിന്നെ നീ വലിയ പള്ളിപ്രമാണിയല്ലേ എന്നൊന്നും യേശു കർത്താവ് ചോദിച്ചില്ല. കാരണം അവൻ്റെ ആ ഭാഗത്ത് ഞാൻ 2 പേരുടെ കാര്യം പറഞ്ഞു. ഒന്നൊരു സ്ത്രീ ആയിരുന്നു. എന്തായിരുന്നു? ആശ നഷ്ടപ്പെട്ടു പോയ നിരാലംബയായിട്ടുള്ള ഒരു സ്ത്രീയുടെ വിശ്വാസം. ആ സ്ത്രീ ഒന്ന് തൊട്ടു, അപ്പോൾ തന്നെ സൗഖ്യമായി. എന്നാൽ ഇപ്പോൾ ഇവിടെ അതല്ല കാണുന്നത്. പള്ളിപ്രമാണിയായിട്ടുള്ള ഒരു മനുഷ്യൻ, പക്ഷെ അവർ നിരാശയിലാണ്. നിരാശിതനായ പള്ളിപ്രമാണിയായ ഒരു മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ കഥയാണ് നമുക്കിവിടെ വായിച്ചു കേൾക്കാൻ സാധിക്കുന്നത്. 41-ാമത്തെ വചനം ഒരു പ്രാവശ്യം കൂടെ ദയവായി ഒന്ന് വായിച്ചു നൽകാമോ? അപ്പോൾ പള്ളിപ്രമാണിയായ യായിറോസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ വന്ന് യേശുവിന്റെ കാൽക്കൽ വീണു തന്റെ വീട്ടിൽ വരണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. തന്റെ വീട്ടിൽ വരണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. നോക്ക്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ യേശുവിൻ്റെ അടുക്കൽ പള്ളിപ്രമാണികളായിട്ടുള്ള ആരും വരാൻ സാധ്യതയില്ല. ബൈബിൾ നമ്മൾ നോക്കുമ്പോൾ പഠിക്കുമ്പോൾ മതാനുസാരികളായിട്ടുള്ള യഹൂദ മതത്തിൻ്റെ പള്ളിയിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ യേശുവിന് എതിരായിരുന്നു. അങ്ങനെയാണ് നാം പഠിക്കുന്നത്. പുരോഹിതനും മഹാപുരോഹിതനും ഒക്കെ യേശുവിന് എതിരായിരുന്നു. യേശുവിനെ എവിടെ കണ്ടാലും കല്ലെറിയണം എന്നുള്ള താല്പര്യത്തോടെ നിൽക്കുന്നവരായിരുന്നു അന്നത്തെ കാലത്തെ മതത്തിൻ്റെ അനുസാരികളായിട്ടുള്ള വ്യക്തികളൊക്കെ. അപ്പോൾ അതിനിടയിൽ നിന്നാണ് ഒരു പ്രമാണിയായൊരു മനുഷ്യൻ ഈ പ്രശ്നങ്ങളൊന്നും വകവെക്കാതെ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പ് നൽകാം. യേശു ഒരു വിടുതൽ നൽകും എന്ന് പറയുന്ന ഒരു വിശ്വാസം ഒരുവൻ്റെ അകത്തുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവും വകവെക്കാതെ അവൻ യേശുവിൻ്റെ അടുക്ക പോയിരിക്കും. ഹല്ലേലൂയ. കഴിഞ്ഞ ഏതാണ്ട് 15-ലധികം 20ഓളം വർഷമായി ഇന്നും ഞാൻ യേശുവിൻ്റെ പുറകെ പോകാൻ കാരണം എൻ്റെ ജീവിതത്തിൽ യേശു കർത്താവ് ചെയ്തു തന്ന ചില അത്ഭുത പ്രവർത്തികൾ നിമിത്തമായിട്ടായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിൽ എൻ്റെ വലത്തെ കാല് തളർന്നു കിടന്നിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. സ്കൂളിൽ എല്ലാ വിഷയങ്ങളിൽ പഠിക്കുന്നതിനോടൊപ്പം പഠനത്തിൽ മാത്രമല്ല സ്പോർട്സിലും മറ്റ് രംഗങ്ങളിലും ഒരുപോലെ മികവ് തെളിയിച്ചിരുന്ന എനിക്ക് ഇങ്ങനൊരു അസുഖം പിടിപെട്ടപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സും മറ്റ് വിദ്യാർത്ഥികളും എല്ലാം വളരെയധികം വിഷമിച്ചു പോയിരുന്നു. എന്നെ ഇഷ്ടമുള്ള ടീച്ചേഴ്സ് പലപ്പോഴും സ്കൂളിൽ വെച്ച് ഞാൻ വീണു പോയി കഴിഞ്ഞാൽ ടീച്ചേഴ്സാണ് പലപ്പോഴും എന്നെ എടുത്തുകൊണ്ട് പോകുന്നതും ആശുപത്രിയിൽ എത്തിക്കുന്നതും ഒക്കെ. ആ സമയത്തൊക്കെ എൻ്റെ മാതാപിതാക്കൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊരു പെൺകുട്ടിക്ക് ഇങ്ങനെയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ പെൺകുട്ടിയുടെ ഭാവി എന്തായിത്തീരും. ഇവിടെയുള്ള അമ്മമാരൊക്കെ ചിന്തിക്കുന്ന പോലെ എന്നെക്കുറിച്ച് എൻ്റെ പപ്പയും മമ്മിയും ഒക്കെ ആ സമയത്ത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു കാര്യം പറയാം, അന്ന് അത്രയും നിരാശ. കാരണം എൻ്റെ ഏറ്റവും ക്രിറ്റിക്കലായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് വിദ്യാഭ്യാസത്തിൽ 9-10 ക്ലാസ്സുകളിലെ പഠനമെന്ന് പറയുന്നത്. ആ ഒരു പഠന കാലഘട്ടത്തിലായിരുന്നു എനിക്ക് ഇത്തരത്തിലുള്ളൊരു അസുഖം പിടിപെട്ടത്. ഡോക്ടേഴ്സിനെ മാറി കാണിച്ചു. ഓരോ ഡോക്ടേഴ്സും പല വിധത്തിലുള്ള ചികിത്സകൾ പറഞ്ഞു. ഒടുവിൽ പലരും ഓപ്പറേഷനുകൾ സജസ്റ്റ് ചെയ്തു. ഇങ്ങനെ പലതിലൂടെ പോകുന്ന സമയത്താണ് യേശു കർത്താവിനെ വ്യക്തിപരമായി കാണുവാനുള്ളൊരു അവസരം എനിക്ക് ലഭിച്ചത്. അന്ന് കൂടിയൊരു പ്രാർത്ഥനയിൽ യേശു കർത്താവ് എന്നെ സൗഖ്യമാക്കി. അതിനുശേഷം എനിക്കിപ്പോൾ ഇത്രയും വയസ്സ് പ്രായമുണ്ട്, ഇതുവരെയും കർത്താവ് ആ അസുഖത്തിലേക്ക് എന്നെ പിന്നെ കൊണ്ടുപോയിട്ടില്ല. അന്ന് എൻ്റെ മാതാപിതാക്കളോട് ഡോക്ടേഴ്സ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കുട്ടിക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കണം, ഏറ്റവും കൂടുതൽ ഈ കുട്ടിയെ നിങ്ങൾ സംരക്ഷിക്കണം. ഇവൾ വിവാഹിതയായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും, ഭാവിയിൽ ഗർഭിണിയായി കഴിഞ്ഞാൽ ഒരിക്കലും വെയിറ്റ് എടുക്കാനായിട്ട് സാധ്യമായിരിക്കില്ല, നടക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്നെല്ലാം പറഞ്ഞ സാഹചര്യത്തിൽ ഏറ്റവും ഡെസ്പറേറ്റായി ഏറ്റവും നിരാശയിലായിരുന്ന സന്ദർഭത്തിൽ മറ്റൊന്നും വകവെക്കാതെ യേശുവിൻ്റെ അടുക്കിലേക്ക് ഞാൻ ചെന്നപ്പോൾ അവൻ എന്നെ സൗഖ്യമാക്കി.
അവൻ എന്നെ വിടുവിച്ചു. ഇന്നൊരു സിസ്റ്റർ ഷെമാ ഡാമിയൻ എന്ന പേരിൽ നിങ്ങളുടെ മുൻപിൽ ഈ ദൈവവചനവുമായി ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ അവൻ എന്നെ സൗഖ്യമാക്കിയത് കൊണ്ട് മാത്രമാണ്, വിടുവിച്ചത് കൊണ്ട് മാത്രമാണ് ഈ 2 കാലിൽ നിവർന്ന് നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ഈ സുവിശേഷം പങ്കുവെക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളോടും എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. യേശുവിനോടുള്ള സ്നേഹം നിങ്ങളുടെ അകത്ത് വർദ്ധിച്ചു കഴിഞ്ഞാൽ യേശു എനിക്കൊരു വിടുതൽ നൽകും എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഉറച്ച വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രശ്നത്തെ പിന്നെ നാം നോക്കുകയില്ല, പ്രതിസന്ധിയെ നാം നോക്കുകയില്ല. യായിറോസ് പള്ളി പ്രമാണിയായിരുന്നു. പള്ളിക്കാരെ അവൻ നോക്കാതെ യേശുവിന്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നതുപോലെ നമുക്കും യേശുവിന്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുവാനായി സാധിക്കും. എത്ര പേർ ചേർന്ന് ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ പറയും? എപ്പോൾ ഇവന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? 42-ാമത്തെ ഭാഗത്തേക്ക് വന്നാലും 42-ാമത്തെ വചനം ഒന്ന് വായിച്ചാലും, അവന് ഏകദേശം 12 വയസ്സുള്ള ഏകജാതനായ ഒരു മകൾ ഉണ്ടായിരുന്നു. അവൾ മരിക്കാറായി കിടന്നിരുന്നു. നോക്കൂ, അവിടെ മറ്റൊരു ട്രാൻസ്ലേഷൻ, അയാളുടെ ഏകപുത്രി ഏകാണ്ട് 12 വയസ്സായ പെൺകുട്ടി മരിക്കാറായി കിടക്കുകയായിരുന്നു. എന്തിനാണ് ഇദ്ദേഹം കേണപേക്ഷിക്കുന്നത്? സ്വന്തം കുഞ്ഞ്, പെൺകുഞ്ഞ്. എത്ര വയസ്സ് പ്രായമുണ്ട്? 12 വയസ്സ്. വിരിഞ്ഞു വരുന്നതേയുള്ളൂ. ഒരു പൂമൊട്ടായിട്ടുള്ളൊരു പെൺകുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു പെൺകുട്ടിയുടെ അസുഖം മാത്രമല്ല, മരിക്കാറായി കിടക്കുന്നു. ഭയം ഉളവാക്കുന്ന ഒരു സമയം. ഈ സമയത്താണ് ഈ വ്യക്തി യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. ഹല്ലേലൂയ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അവൻ ഭയത്തിൽ നിന്ന് അവൻ വിശ്വാസത്തിൻ്റെ ചുവടുകൾ എടുത്തു വെക്കുകയാണ്. ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കാം. ഒന്നില്ലെങ്കിൽ ഇതേ ഭയത്തോടെ പോയി ചെന്നപ്പം സിസ്റ്റർ ക്ഷമയാ ഇന്ന് വന്നത്, ബ്രദർ ഡാമിൻ ഇന്ന് വന്നില്ല, സിസ്റ്റർ എന്തൊക്കെയോ പ്രാർത്ഥിച്ചു, ആർക്കൊക്കെ എന്തൊക്കെയോ സൗഖ്യം കിട്ടിയ കഥയൊക്കെ കേട്ടു, കൊള്ളായിരുന്നു മീറ്റിംഗ്, കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വീട്ടിനകത്തേക്ക് നിങ്ങൾക്ക് കയറാം. അല്ലെങ്കിൽ എൻ്റെ പ്രശ്നത്തിന് കർത്താവ് ഒരു പരിഹാരം വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അവൻ്റെ കൈ പിടിച്ച് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞുകൊണ്ട് ചുവടെടുത്ത് മുന്നോട്ട് പോകാം. ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിലൂടെ പോകാത്ത ഒരു വ്യക്തി പോലും ഈ ഭൂമിയിലില്ല. ഞാൻ ഉദ്ദേശിച്ചത് രാത്രി പേടിപ്പിക്കുന്ന ഭൂതം വരുന്ന ആ ഭയമല്ല. ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ വരുമ്പോൾ, രോഗത്തിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ, കുടുംബങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ, ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ ഉണ്ടാകുമ്പോൾ, സാമൂഹികപരമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നാം ഭയപ്പെട്ടു പോവുകയാണ്. ശരിയാണോ ഞാൻ പറയുന്നത്? യെസ്. 50 ലക്ഷം രൂപയുടെ കടമുണ്ട്, നാളെ ജപ്തി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയമുണ്ടാകില്ലേ? ഭയമുണ്ടാകും. മനുഷ്യൻ പലപ്പോഴും ഭയത്തിലൂടെ കടന്നു പോകുന്നവരാണ്, എല്ലാ മനുഷ്യരും തന്നെ. എന്നാൽ ഓർക്കുക, ഭയത്തിലൂടെ കടന്നു പോകുമ്പോൾ യേശുവിൻ്റെ കൈ പിടിച്ചിട്ടുള്ള ചിലർക്ക് അതിനകത്ത് ചില പാഠങ്ങളുണ്ടായിരിക്കും. എത്ര പേര് ആമേൻ പറയും? മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭയത്തിൻ്റെ സിറ്റുവേഷനിലൂടെ, ഫിയർഫുൾ സിറ്റുവേഷനിലൂടെ, ഭയാനകമായ അവസ്ഥകളിലൂടെ പോകുമ്പോൾ നമുക്ക് ചില നന്മകൾ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഈ യായിറോസ് ഇത്രയും ഭയത്തോടെ പോകുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ചില നന്മകൾ അവൻ അനുഭവിച്ചിരുന്നു. എന്തൊക്കെയായിരുന്നു ആ നന്മകൾ? നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ നിങ്ങളെ ഭയപ്പെടുത്തുന്ന ചില പ്രശ്നങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട്, തീച്ചൂളയ്ക്കുള്ളിൽ നിന്നുകൊണ്ടായിരിക്കാം ഈ മീറ്റിങ്ങിൽ നിങ്ങൾ പങ്കെടുക്കുന്നത്. ഇതേ അനുഭവങ്ങൾ കർത്താവ് നിങ്ങൾക്ക് നൽകാൻ പോകുകയാണ്. ഓർക്കുക, ഭയത്തോടെ നിൽക്കുമ്പോഴാണ്, ഇത്തരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ മുൻഗണനകൾ എന്തൊക്കെയാണെന്ന്, ഒന്നാമത്തെ കാര്യം, നമ്മുടെ മുൻഗണനകൾ വ്യക്തമായി മനസ്സിലാക്കുവാനായി നമുക്ക് സാധിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ താൻ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. താൻ BSc കെമിസ്ട്രി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പഠനത്തിലെല്ലാം വലിയ രീതിയിൽ ഒരു എക്സലൻ്റ് ആയ സ്റ്റുഡൻ്റ് അല്ല, പക്ഷേ ഒരു ആവറേജ് ആയ രീതിയിൽ പഠിച്ചു പോകുന്ന ഒരു സ്റ്റുഡൻ്റാണ്. തനിക്ക് ഏറ്റവും പ്രയാസമുള്ള ഒരു വിഷയമാണ് മാത്സ് എന്ന് പറയുന്ന വിഷയം. കഴിഞ്ഞ പ്രാവശ്യം മാത്സിന് എക്സാം നടന്നപ്പോൾ അതിന് തനിക്ക് 20-ലായിരുന്നു മാർക്കുണ്ടായിരുന്നത്. അതിൽ 2 മാർക്കാണ് തനിക്ക് ലഭിച്ചത്.
വെറും 2 മാർക്കാണ് ലഭിച്ചത്. ഇങ്ങനെ പഠനത്തിലെല്ലാം ഇച്ചിരി പുറകോട്ട് നിൽക്കുന്ന സമയത്താണ് ഈ മകളുടെ അമ്മയുടെ അനിയത്തി നമ്മുടെ എറണാകുളത്തുള്ള പത്തടിപ്പാടത്തുള്ള ബ്ലെസ്സിങ് സെൻറ്ററിൽ സ്ഥിരമായി വരുന്നൊരു സഹോദരിയാണ്. ആ സഹോദരി ഈ മോളോട് പറഞ്ഞു, 2015 നവംബർ മാസത്തിൽ നമ്മുടെ ക്യാമ്പ് പത്തടിപ്പാലത്ത് വെച്ച് നടക്കുന്നുണ്ട്, അവിടെ നീ ഒന്ന് ചെല്ലണം എന്ന് പറഞ്ഞു. ആ ക്യാമ്പിൽ നീ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു. ആദ്യമായിട്ടാണ് ഈ മോൾ ആ നവംബർ മാസത്തിൽ റീജിയണൽ ക്യാമ്പിൽ വരുന്നത്. അന്ന് ക്യാമ്പിൽ വന്നു. രാവിലെ മുതൽ വർഷിപ്പും കാര്യങ്ങളെല്ലാം തുടങ്ങി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഹീലിംഗ് പ്രേയറിൻ്റെ സമയത്തെല്ലാം, അനോയിൻറ്റിംഗ് പ്രേയറിൻ്റെ സമയത്ത് തൻ്റെ അടുത്തിരിക്കുന്നവരെല്ലാം കരയുന്നതും ദൈവത്തിൻ്റെ അഭിഷേകം പ്രാപിക്കുന്നതൊക്കെ താൻ കണ്ടു. പക്ഷെ തൻ്റെ മേലൊരു അനുഭവമൊന്നും തോന്നിയില്ല, പ്രത്യേകിച്ച് അനുഭവമൊന്നും തോന്നിയില്ല. അതിനുശേഷം ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കായി താൻ ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്നപ്പോഴും തൻ്റെ ഉള്ളിലൊരു ആഗ്രഹം, ദൈവമേ എൻ്റെ അടുത്തിരിക്കുന്നവരെ ദൈവം തൊടുന്നുണ്ട്, എന്നെയും കൂടി ഒന്ന് തൊടണമേ എന്നൊരു ആഗ്രഹം തൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഈ മോൾ പറയുന്നത് ഇങ്ങനെയാണ്, ഉച്ചയ്ക്ക് ശേഷമുള്ള ആരാധന സമയത്ത് തൻ്റെ മേൽ പെട്ടെന്ന് ദൈവത്തിൻ്റെ ഒരു അഭിഷേകം കടന്നു വരുന്നത് പോലെയും പറയുന്നത് ഇങ്ങനെ 2-3 പ്രാവശ്യം തനിക്ക് ശരിക്കും ദൈവത്തിൻ്റെ ആ ഒരു തൊടൽ അനുഭവിക്കുവാൻ കഴിഞ്ഞു. എപ്പോഴാണ് ഇത് സംഭവിച്ചത്? ഒരാഗ്രഹം അകത്ത് വന്നപ്പോൾ. നോർക്കുക, എങ്ങനെയെങ്കിലും ഇരുന്നിട്ട് പോകാനാണെങ്കിൽ ചിലപ്പോൾ ഒന്നും സംഭവിച്ചില്ലെന്നിരിക്കും. പക്ഷെ അകത്തൊരാഗ്രഹം വരുമ്പോൾ യേശു കർത്താവ് വേഗത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. ഈ അന്ന് മോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നത്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നത്. പക്ഷേ ഉള്ളിലൊരു ആഗ്രഹം തോന്നി, മറ്റുള്ള കുട്ടികളെല്ലാം യേശു കർത്താവ് തൊടുന്നു, എന്നെയും തൊടണം. അനുഭവം ഉണ്ടായി. ബാക്കി സംഭവം പറ. അതിനുശേഷം ഈ മകൾ വളരെ ധൈര്യത്തോടു കൂടി, അത്രയും നാളും പഠനത്തിലൊരു കോൺഫിഡൻസ് ഉണ്ടായില്ല, തനിക്കിതൊക്കെ ജയിക്കാൻ പറ്റുമെന്നോ ഒരു കോൺഫിഡൻസ് ഉണ്ടായില്ല. പക്ഷെ താൻ ധൈര്യത്തോടു കൂടി പോയി. താൻ അന്ന് രാത്രി മുതൽ തൻ്റെ കയ്യിൽ തൻ്റെ അമ്മയുടെ അനിയത്തി കൊടുത്തിരുന്ന ഒരു പ്രേയർ ഡയറി തൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ പ്രേയർ ഡയറിയിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കുവാനും അതിലെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുവാനും തുടങ്ങി. അതിനുശേഷം ഈ മകൾ പറയുന്നത് ഇങ്ങനെയാണ്, തനിക്ക് വീണ്ടും ഒരു ദിവസം ഒരു ടെസ്റ്റ് നടത്തി, മാത്സിൻ്റെ ടെസ്റ്റ് നടത്തിയപ്പോൾ തനിക്ക് 15 മാർക്ക്. താൻ പറയുന്നത് ഇങ്ങനെ, ആദ്യം പരീക്ഷ എഴുതിയപ്പോൾ 2 മാർക്ക് ലഭിച്ചുള്ളൂ. അത് താൻ രാത്രി മുഴുവൻ എഴുതി നല്ലതുപോലെ പഠിച്ച് എല്ലാം പോയിട്ട് തനിക്ക് 2 മാർക്ക് ലഭിച്ചുള്ളൂ. പക്ഷെ താൻ പറയുന്നത് ഇങ്ങനെയാണ്, അതിനുശേഷം തൻ്റെ ഉള്ളിലൊരു വലിയൊരു ധൈര്യമായിരുന്നു, താൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ള ധൈര്യമായിരുന്നു. താൻ തയ്യാറെടുത്ത് പോയി. താൻ പറയുന്നത് ഇങ്ങനെയാണ്, താൻ പ്രതീക്ഷിച്ചില്ല അത്രയും മാർക്ക് ലഭിക്കുമെന്ന്. തനിക്ക് 20-ൽ 15 മാർക്ക് ലഭിച്ചു. 2-ൽ നിന്നും 15-ലേക്ക് ഉയർച്ച കിട്ടി. അത് യേശുവിൻ്റെ ഒരൊറ്റ സ്പർശനത്തിൽ വലിയൊരു വിജയം ഈ മകൾക്ക് കൊടുത്തു. ഇന്നും താൻ പഠിച്ചുകൊണ്ടിരിക്കുക. തനിക്ക് വലിയൊരു കോൺഫിഡൻസ് ഉണ്ട്, വലിയ രീതിയിൽ ദൈവം തന്നെ പഠനത്തിൽ ഉയർത്തുമെന്നുള്ളത്. എല്ലാം നമ്മൾ സംഭവിച്ചത് നമ്മളുടെ ആ ഒരു ദിവസത്തെ ആ ക്യാമ്പിൽ ആ മകൾ തൻ്റെ അമ്മയുടെ അനിയത്തി പറഞ്ഞ വാക്ക് കേട്ട് വന്ന് പങ്കെടുത്തത് കൊണ്ടാണെന്ന് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. യേശുവിൻ്റെ ഒറ്റ സ്പർശനത്തിൽ അത് സംഭവിച്ചെങ്കിൽ ഒരു റീജിയണൽ യൂത്ത് കോൺഫറൻസിൽ ഈ മോളുടെ പേര് ശ്രീലക്ഷ്മി യേശു തൊട്ട്. പല കുട്ടികൾക്കും മാത്തമാറ്റിക്സ് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരൊറ്റ സ്പർശനത്തിൽ 2-ൽ നിന്നും 15-ലേക്ക് കയറ്റം കൊടുത്തു. നമ്മുടെ യൂത്ത് കോൺഫറൻസുകളിലെല്ലാം കർത്താവ് പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്. ഈ മോൾക്കൊരു കൈയടി കൊടുക്കാമോ? കർത്താവ്, ഞങ്ങൾ ചേർന്ന് ഈ മോളെ അനുഗ്രഹിക്കുന്നു. ഇവൾ പഠിച്ച് ഉയർന്ന ബിരുദങ്ങൾ എടുക്കുവാൻ ഇവളെ സഹായിക്കുന്നതിനാൽ നന്ദി പറയുന്നു, അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാംഗ്ലൂർ ഏപ്രിൽ 22 വെള്ളി. സമയം വൈകിട്ട് 5:30 മുതൽ 8:30 വരെ. ഡോൺ ബോസ്കോ ഹാൾ, ജ്യോതി സർക്കിളിന് സമീപം, ഹമ്പൻകട്ട, മംഗലാപുരം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോഴിക്കോട് ഏപ്രിൽ 23 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. നളന്ദ ഓഡിറ്റോറിയം, അരവിന്ദ് ഘോഷ് റോഡ്, കോഴിക്കോട്. നമുക്ക് ഒരുമിച്ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെല്ലാവരും ചേർന്ന് വരുന്നു. താങ്ക് യു ഫാദർ, താങ്ക് യു ലോർഡ്. രമ എന്നു പേരുള്ളൊരു സഹോദരി, ഈ ഭാഗത്ത് ത്രോട്ടിൻ്റെ ഈ ഭാഗത്ത് പ്രയാസം അനുഭവിക്കുന്ന രമ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്.
ഞാനിത് പറയുന്ന സമയത്ത് തന്നെ ആ ഭാഗത്ത് ചുമയ്ക്കുന്നത് പോലെയുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിട്ട് ആ പ്രയാസം ഇപ്പോൾ തന്നെ ആ വ്യക്തിയിൽ നിന്നും മാറിപ്പോട്ടെ. ഇൻ ജീസസ് നെയിം. ബ്രസ്റ്റ് ക്യാൻസർ കർത്താവ് സൗഖ്യമാക്കുന്നു. അങ്ങനെയുള്ള സഹോദരിമാർ ഇപ്പോൾ തന്നെ വിശ്വസിച്ച് അത് സ്വീകരിക്കുക, ആ രോഗസൗഖ്യത്തെ സ്വീകരിക്കുക. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. ഹെർണിയ എന്ന രോഗം ഇപ്പോൾ തന്നെ കർത്താവ് നീ എടുത്തു മാറ്റുന്നതിനാൽ നന്ദി. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. അതുപോലെ ഹോർമോണിൻ്റെ തകരാറുകൾ മൂലം പ്രയാസം ശരീരത്തിൽ അനുഭവിക്കുന്ന വ്യക്തികൾ ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. കാൽ മുട്ടുകൾക്ക് പ്രയാസമുള്ളവർ, ഒരുപക്ഷെ നീ റീപ്ലേസ്മെൻറ്റ് സർജറിയൊക്കെ പറഞ്ഞിട്ടുള്ള വ്യക്തികളാകാം. കാൽമുട്ടിനകത്തുള്ള പ്രയാസങ്ങൾ, നീര്, കാർട്ടിലേജിനുള്ള ടയർ, ഫ്ലൂയിഡിൻ്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. അതുപോലെ 2 കാലിലും നീരുള്ളൊരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ. ആർത്രൈറ്റിസ് സൗഖ്യമാകട്ടെ. വിവിധ രീതിയിലുള്ള ക്യാൻസറുകൾ മാറിപ്പോകട്ടെ. താങ്ക് യു ജീസസ്. കൂടെയുള്ള പനി യേശുവിൻ്റെ നാമത്തിൽ. ഒരു മാസത്തിൽ പല പ്രാവശ്യം പനി വരുന്ന വ്യക്തികൾ ഇപ്പോൾ സൗഖ്യം ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ ജോയിൻറ്റുകളിലുള്ള വേദനകൾ കർത്താവ് എടുത്തു മാറ്റുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ലോർഡ്. കരൾ സംബന്ധമായ രോഗങ്ങൾ, ലിവറിനെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അതുപോലെ ലങ്സിനെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ പൂർണ്ണ സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. കർത്താവെ, പൂർണ്ണ വിടുതൽ കൊടുത്ത് അവർക്ക് കുഞ്ഞുങ്ങൾ പിറക്കട്ടെ. ഇൻ ജീസസ് നെയിം. ഈ സമയത്ത് 2 കൈകളും സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങളുടെ വിടുതലുകൾ സ്വീകരിക്കുക. കർത്താവെ, ആ വിടുതൽ ഇപ്പോൾ തന്നെ ഓരോ വ്യക്തികൾക്കും കൊടുക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. ദൈവികമായ വിടുതലിനായി നന്ദി പറയുന്നു. വർഷിപ്പ് യു ഫാദർ. ഏത് പ്രാർത്ഥനാ വിഷയമാണോ അതിൻ്റെ മേൽ കർത്താവ് പ്രവർത്തിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഈ ആഴ്ചയിൽ മാംഗ്ലൂരും നാളെ മറ്റന്നാൾ കോഴിക്കോട് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. തീർച്ചയായും വരണം. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സിനുള്ള പുസ്തകങ്ങളും CD-കളും ആവശ്യമുള്ളവർക്ക് ഈ സമയത്ത് സ്ക്രീൻ നമ്പറിൽ വിളിക്കാം. കർത്താവ് ഒത്തിരി എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ.